ചിഹ്നം ഒരാശയത്തെ പ്രതിനിധീകരിക്കുന്ന ദൃശ്യ ഇമേജാണ്. സാർവത്രിക സത്യത്തിൻ്റെ ആഴമേറിയ സൂചകം. സിംബോളൻ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞതാണ് ചിഹ്നം എന്ന അർത്ഥം വരുന്ന സിംബൽ. പൊതുയുഗത്തിന് 3000 വർഷങ്ങൾക്ക് മുമ്പ് ഗ്രീക്ക് പുരാണ കഥകളിൽ നിന്നും രൂപം കൊണ്ടതാണ് വൈദ്യശാസ്ത്രത്തിൻ്റെ ചിഹ്നം ആയ അസ്ക്ലേപ്പിയസിൻ്റെ വടി. അപ്പോളോ ദൈവത്തിൻ്റെ മകനായ അസ്ക്ലേപ്പിയസ് ഔഷധത്തിൻ്റെയും രോഗശാന്തിയുടെയും ദൈവമായിരുന്നു. രോഗശാന്തിയിൽ അവഗാഹമായ ജ്ഞാനം നേടിയും പരിചയവും നേടിയ അസ്ക്ലേപ്പിയസ് മരണത്തിൻ്റെ വക്കിൽ നിന്നും ധാരാളം ആൾക്കാരെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നിട്ടുണ്ട്. മരിച്ചവരെ ഉയർപ്പിക്കാൻ വരെ അദ്ദേഹത്തിന് കഴിയുമായിരുന്നു. അതുകൊണ്ട് തന്നെ വൈദ്യശാസ്ത്രത്തിൻ്റെയും രോഗചികിത്സയുടെയും ഡോക്ടർമാരുടെയും ദൈവമായി അസ്ക്ലേപ്പിയസ് മാറി. ഒരു പാമ്പ് ചുറ്റിയ വടിയാണ് അസ്ക്ലേപ്പിയസിൻ്റെ ചിഹ്നം. ഇതാണ് വൈദ്യശാസ്ത്രത്തിൻ്റെ ഔദ്യോഗികമായ ചിഹ്നം. യുഗങ്ങളിലൂടെ രോഗശാന്തിയുടെയും വൈദ്യശാസ്ത്ര രീതിയുടെയും സ്ഥാപിത ചിഹ്നമായി ഇത് മാറി. ഗിനിവേം എന്നറിയപ്പെടുന്നതും 80 സെൻറ്റിമീറ്റർ വരെ വളരുന്നതുമായ ഒരു പരാതം ചർമ്മത്തിൻ്റെ തൊട്ട് താഴെ കൂടി ദേശാടനം ചെയ്ത് ഒരു കുമിളയായി രൂപാന്തരപ്പെടുന്നു. ഡോക്ടർമാർ ഈ കുമിള മുറിച്ച് വര പുറത്തു വരുമ്പോൾ ഒരു വടി കൊണ്ട് അതിനെ ശ്രദ്ധാപൂർവം ചുറ്റി പുറത്ത് കളയുന്ന ഒരു ചികിത്സാ രീതിയായിരുന്നു പണ്ട് ഉണ്ടായിരുന്നത്. ഈ പുരാതന രീതിയിൽ നിന്നാണ് വടി ഒരു ചിഹ്നമായി ഉത്ഭവിച്ചത് എന്ന് സിദ്ധാന്തങ്ങൾ സൂചിപ്പിക്കുന്നു. പാമ്പുകളും വൈദ്യശാസ്ത്രവുമായിട്ടുള്ള ബന്ധം പാമ്പുകൾക്ക് അവയുടെ തൊലി അഥവാ പടം പൊഴിക്കാനുള്ള കഴിവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇത് പാമ്പുകളെ ജീവിതത്തിൻ്റെയും പുനർജന്മത്തിൻ്റെയും പുതുക്കലിൻ്റെയും ഫലഭൂയിഷ്ഠതയുടെയും പ്രതീകമായി മാറ്റി. അസ്ക്ലേപ്പിയസ് കാണിച്ച ദയയുടെ ഭാഗമായി പാമ്പ് അദ്ദേഹത്തിൻ്റെ ചെവികളിൽ നിൽക്കുകയും രഹസ്യമായി അദ്ദേഹത്തിന് അറിവ് പകർന്നു നൽകുകയും ചെയ്തു കൊടുത്തു എന്ന് പറയപ്പെടുന്നു. ഗ്രീക്കുകാർക്ക് പാമ്പുകൾ വിജ്ഞാനത്തിൻ്റെയും പൊതുജീവിതത്തിൻ്റെയും പുതുക്കലിൻ്റെയും പവിത്ര ജീവികളായിരുന്നു. 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലും 20-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിലും അമേരിക്കൻ ഐക്യനാടുകളിൽ വൈദ്യശാസ്ത്രത്തിന് കഡൂഷ്യസ് എന്ന് പറയുന്നൊരു പുതിയ ചിഹ്നം സ്ഥാപിതമായി. പുരാതന റോമാക്കാർ മെർക്കുറി എന്ന് വിളിച്ചിരുന്ന ഹെർമീസ് എന്ന ഗ്രീക്ക് ദേവൻ്റെ കയ്യിലുള്ള വടിയെ ആണിത് സൂചിപ്പിക്കുന്നത്. ചിറകുള്ള ഒരു വടിയിൽ 2 പാമ്പുകൾ ചുറ്റി വരിഞ്ഞ രൂപമാണ് ഈ കഡേഷ്യസ് ചിഹ്നത്തിനുള്ളത്. പുരാണമനുസരിച്ച് ഹെർമീസ് നടന്നു പോകുമ്പോൾ 2 പാമ്പുകൾ തമ്മിൽ പരസ്പരം പോരടിക്കുന്നത് കണ്ടു. ഹെർമീസ് തൻ്റെ വടി പാമ്പുകൾക്ക് നേരെ എറിഞ്ഞു. അത്ഭുതമെന്ന് പറയട്ടെ, ആ പാമ്പുകൾ തമ്മിലടി നിർത്തി ആ വടിയെ ചുറ്റിപ്പിടിച്ച് നിന്നു. വടിയെയും പാമ്പുകളെയും ചേർത്തുള്ള അദ്ദേഹത്തിൻ്റെ സംയോജനം തർക്കങ്ങൾ രമ്യമായി പരിഹരിക്കുന്നതിനുള്ള ഒരു പ്രതീകമായി മാറി. കാലക്രമേണ ഇത് വാണിജ്യത്തിൻ്റെ ഒരു അടയാളമായി മാറി. ഹെർമീസ് ദേവന്മാരുടെ ദൂതനും യാത്രക്കാരുടെയും ഇടയന്മാരുടെയും വ്യാപാരികളുടെയും കള്ളന്മാരുടെയും ചൂതാട്ടക്കാരുടെയും സംരക്ഷകനും ആയിരുന്നു. 1857 അമേരിക്കയിലെ ആശുപത്രിയിലെ സ്റ്റുവാർഡുകളുടെ ഷെവറോണുകളിൽ കഡൂഷ്യസ് ചിഹ്നം പ്രത്യക്ഷപ്പെട്ടു. അമേരിക്കയിലെ സർജൻ ജനറലിന് അസ്ക്ലേപ്പിയസ് വടിയുടെ പവിത്രതയെക്കുറിച്ചോ അതിൻ്റെ ചരിത്രത്തെക്കുറിച്ചോ അറിവില്ലായ്മ കൊണ്ടോ തെറ്റായ ധാരണ കൊണ്ടോ ആണിങ്ങനെ സംഭവിച്ചത്. 1902 ജൂൺ മാസത്തിൽ അമേരിക്കയിലെ നേവിയും ആർമിയും കഡൂഷ്യസ് ചിഹ്നം വളരെ വ്യാപകമായി ചർച്ച ചെയ്യുകയുണ്ടായി. കഡൂഷ്യസ് ചിഹ്നം വൈദ്യശാസ്ത്രത്തിന് ചേർന്നതല്ല എന്ന അഭിപ്രായത്തിലെത്തി. 1917 അമേരിക്കൻ മെഡിക്കൽ അസോസിയേഷൻ കഡൂഷ്യസ് ചിഹ്നത്തെക്കുറിച്ച് ചർച്ച ചെയ്യുകയും അത് തള്ളിക്കളയുകയും അസ്ക്ലേപ്പിയസ് ചിഹ്നം സ്വീകരിക്കുകയും ചെയ്തു. ആധുനിക വൈദ്യശാസ്ത്രത്തിന് ആരോ തെറ്റായ ഒരു ചിഹ്നം കണ്ടെത്തിയെന്ന് വ്യക്തമാണ്. ആധുനിക വാണിജ്യ വൈദ്യശാസ്ത്രത്തിന് കഡൂഷ്യസ് ചിഹ്നം ഉചിതമായ ഒരു പ്രതീകമാണെന്ന് തോന്നുന്നു. 20-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ
വാണിജ്യ വൈദ്യശാസ്ത്രം എങ്ങനെ വികസിച്ചു എന്നതിൻ്റെ പ്രതീകമായി ഇത് മാറിയിരിക്കുന്നു. വേർ ഹാവ് ഓൾ ഹീലേഴ്സ് ഗോൺ, എ ഡോക്ടേഴ്സ് റിക്കവറി ജേർണി എന്ന പുസ്തകത്തിൻ്റെ കർത്താവും വാണിജ്യ വൈദ്യശാസ്ത്രത്തിനെതിരെ നിരന്തരം പോരാടിയ ലുക്മാൻ ഓഡൻ എന്ന് പറയുന്ന ഡോക്ടർ കൺഫ്യൂഷ്യസ് ചിഹ്നത്തെ ഇങ്ങനെയാണ് വിലയിരുത്തിയിട്ടുള്ളത്. അമേരിക്കയിലെ പ്രശസ്തനായ ഡോക്ടറും ജനകീയ ആരോഗ്യ പ്രസ്ഥാനത്തിൻ്റെ ശക്തനായ വക്താവുമായ ഡോക്ടർ സ്റ്റുവർട്ട് ടൈസൺ 1932 ജൂണിൽ സയൻറ്റിഫിക് മന്ത്ലിയിൽ എഴുതിയ ഒരു ലേഖനത്തിൽ ഇങ്ങനെ വിവരിക്കുന്നു. ഹൈവേയുടെയും മാർക്കറ്റ് സ്ഥലത്തിൻ്റെയും ദേവനെന്ന നിലയിൽ ഹെർമിസ് ഒരുപക്ഷെ അതിനുമുപരി തടിച്ച സഞ്ചിയുടെയും വാണിജ്യത്തിൻ്റെയും അധികാരി കൂടിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ചിഹ്നം നേരായി ചിന്തിക്കുന്ന രോഗിയോട് അനുകമ്പയുള്ള ഡോക്ടർമാർക്ക് ചേർന്നതല്ല. വ്യാജ ഡോക്ടർമാർക്കും സേവനത്തേക്കാൾ കൂടുതൽ കച്ചവട താൽപ്പര്യമുള്ള വൻകിട ആശുപത്രികൾക്കും യോജിച്ചതാണ്. അദ്ദേഹത്തിൻ്റെ ചിഹ്നം ഒരു ഡോക്ടറുടെ കാറിനേക്കാൾ ശവപ്പെട്ടിക്കാണ് കൂടുതൽ അനുയോജ്യം എന്ന് തോന്നുന്നു. ലോകാരോഗ്യ സംഘടന തുടക്കം മുതൽ തന്നെ അസ്ക്ലേപ്പിയസിൻ്റെ ചിഹ്നമാണ് അതിൻ്റെ ലോഗോയായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ലോകത്തിലെ 70% രാഷ്ട്രങ്ങളും സംഘടനകളും അസ്ക്ലേപ്പിയസിൻ്റെ ചിഹ്നമാണ് ഇന്നും ഉപയോഗിക്കുന്നത്. ഇന്ത്യയിൽ തന്നെ മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള പല മെഡിക്കൽ സ്ഥാപനങ്ങളും കൺഫ്യൂഷ്യസ് ചിഹ്നം ഇന്നും ഉപയോഗിക്കുന്നതായി കാണുന്നു. കൺഫ്യൂഷ്യസ് ചിഹ്നത്തിൻ്റെ പുറകിലുള്ള ഒളിച്ചിരിക്കുന്ന തെറ്റായ നിഗമനങ്ങളെക്കുറിച്ചുള്ള ബോധ്യം ഇല്ലാത്തതുകൊണ്ടായിരിക്കണം ഇങ്ങനെ ചെയ്യുന്നത് എന്ന് വിശ്വസിക്കുന്നു. ഈ സംഘടനകളും സ്ഥാപനങ്ങളും ചർച്ച ചെയ്ത് കൺഫ്യൂഷ്യസ് ചിഹ്നത്തിൻ്റെ അപകടം മനസ്സിലാക്കി അത് പെട്ടെന്ന് തന്നെ മാറ്റും എന്ന് പ്രതീക്ഷിക്കുന്നു.